Opening Hours with MyFin. ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് ഹൗസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് സുരത് സർ. ഹാപ്പി മോർണിംഗ് സർ, ഇന്നത്തെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിലും വിപണിയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഒരു നെഗറ്റീവ് നോട്ടാണ് കീപ്പ് ചെയ്യുന്നത്. നിഫ്റ്റി 50 പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 90 പോയിന്റുകളുടെ ഒരു ഇടിവുണ്ടാകുന്നുണ്ട്. നിഫ്റ്റി ബാങ്ക് പരിശോധിക്കുകയാണെങ്കിലും ഒരു ഫ്ലാറ്റ് നോട്ടിലുള്ള ഒരു ഇടിവാണ് രേഖപ്പെടുന്നത്. ഗ്ലോബൽ ടേക്ക് ഓവേഴ്സിലേക്ക് കടക്കുകയാണെങ്കിൽ ഇന്നലെ US മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം മാർട്ടിൻ ലൂതർ കിങ് ഡേ ആയതിനെ തുടർന്ന് അവധിയിലായിരുന്നു. എന്നാൽ യൂറോപ്യൻ വിപണി പരിശോധിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ US ഫ്യൂച്ചേഴ്സ് പരിശോധിക്കുകയാണെങ്കിലും ഒക്കെ തന്നെ ഒരു ഇടിവായിരുന്നു ഉണ്ടായിരുന്നത്. US-ഉം യൂറോപ്യൻ യൂണിയനും തമ്മിൽ തുടർന്നുകൊണ്ട് പോകുന്ന ട്രേഡ് ടെൻഷൻസ് നിലവിലിപ്പോൾ വിപണിയെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവ് ടോണിലേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. തന്നെ യൂറോപ്യൻ സൂചികളുടെ ഒരു പ്രകടനം പരിശോധിക്കുകയാണെങ്കിൽ ജർമ്മൻ സൂചികയായിട്ടുള്ള ഡാക്സ് ഏകദേശം 1.3% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ ഫ്രഞ്ച് സൂചികയായിട്ടുള്ള CAC 40 ഏകദേശം 1.8% ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. നിലവിലിപ്പോൾ US-ൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ആ ഒരു താരിഫ് പ്രഖ്യാപനത്തിന് റീറ്റാലിയേറ്ററായിട്ട് നിലവിലിപ്പോൾ യൂറോപ്യൻ യൂണിയനും ഒരു താരിഫ് പ്രഖ്യാപിച്ചേക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു ചർച്ചകളൊക്കെ തന്നെ വളരെ ശക്തമായ രീതിയിൽ തന്നെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ കമ്മോഡിറ്റി മാർക്കറ്റ്സിലേക്ക് വരികയാണെങ്കിൽ സിൽവറിനെ സംബന്ധിച്ചിടത്തോളം ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം മികച്ച ആ ഒരു പെർഫോമൻസ് നിലവിലിപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന അൺസർട്ടനിറ്റി കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ സിൽവർ തന്നെയാണ് ഇപ്പോൾ ഒരു ഔട്ട് പെർഫോമൻസ് രേഖപ്പെടുന്നത്. ബിറ്റ് കോയിൻസിലേക്ക് വരികയാണെങ്കിൽ നിലവിലൊരു ഇടിവ് തന്നെയാണ് കാണാൻ വേണ്ടിയിട്ടും സാധിക്കുന്നത്. ഡൊമസ്റ്റിക് മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത എന്ന് പറഞ്ഞെങ്കിൽ IMFൻ്റെ നിലവിലിപ്പോൾ ഔട്ട്ലുക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ നിലവിലിപ്പോൾ ഇന്ത്യൻ GDP 2026 സാമ്പത്തിക വർഷത്തിൽ 7.3% ഒരു വളർച്ച കൈവരിക്കും. ഏകദേശം 70 ബേസിസ് പോയിൻറ്റ്സിൻ്റെ ഒരു വളർച്ചയാണ്. ഈ ഒരു മൊമെൻറ്റം 4ാം പാദത്തിലേക്കും കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു വാർത്തകൾ തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഒരു ഡൊമസ്റ്റിക്കലി ഇന്ത്യൻ എക്കോണമിക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണ്. എന്നാൽ പരിശോധിക്കുകയാണെങ്കിൽ വരുന്ന ഏർണിങ്സ് ആണെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച ഒരു റിസൾട്ടുകൾ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. കൂടാതെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ജിയോ പൊളിറ്റിക്കൽ പ്രശ്നങ്ങളും വിപണിയിൽ ഒരു ടെൻഷനും സൃഷ്ടിക്കുന്നുണ്ട്. നിലവിലെ ഒരു മാർക്കറ്റ് കണ്ടീഷനെ സംബന്ധിച്ചിടത്തോളം സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? എനിക്കിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് പൊക്കോണ്ടിരിക്കുന്നതിന് 2 കാര്യങ്ങൾ ഹെഡ്വിൻഡായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. 2 കാര്യങ്ങൾ ഹെഡ്വിൻഡായിട്ട് ആക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ. നമുക്കറിയാലോ, ജിയോ പൊളിറ്റിക്സിന് എന്ത് ഇഷ്യൂ വന്നാലും അത് ഡോളറിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആയതുകൊണ്ട് പോലും തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് അത് നല്ല രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ഇവിടെ വരുന്ന ഏർണിങ്സിൻ്റെ കാര്യങ്ങളാണ്. ഈ ഏർണിങ്സിൻ്റെ മിക്സഡ് ആയിട്ടുള്ള റിസൾട്ട്സാണ് പലയിടത്തുനിന്നും വരുന്നതെന്നുള്ളത്. ഇപ്പോൾ IT കമ്പനിയുടെ ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ ലേബർ കോഡിൻ്റെ ഇത് കാരണം ഒരു 1 ടൈം ഇഫക്റ്റ് അവരുടെ ഏർണിങ്സിലും പ്രോഫിറ്റ്സിലും ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും IT ഏർണിങ്സിൻ്റെ ഗൈഡൻസ് വളരെ മോശമില്ല എന്നുള്ളൂ. എന്നാലും റിസൾട്ട്സ് വലിയ രീതിയിൽ നമ്മളെ ഇംപ്രസ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഓൾ ടുഗദർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈസ് ദർ എനിത്തിങ് പോസിറ്റീവ് ഇൻ IT? ഫ്യൂച്ചർ ഗൈഡൻസ് ഈസ് ബെറ്റർ എന്നുള്ള രീതിയിലാണ്. അതുമാത്രമല്ല മറ്റുള്ള കമ്പനീസ് ഇപ്പോൾ റിലയൻസിൻ്റെ ഒക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഇന്നലെ വന്ന വിപ്രോൻ്റെ ഗൈഡൻസ് ആണെങ്കിലും ശരി ഒരിക്കലും മാർക്കറ്റിനെ ഇംപ്രസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ള. അപ്പോൾ 2 ഹെഡ്വിൻഡ് ഒന്നിച്ച് ഇന്ത്യൻ മാർക്കറ്റിനെ ഹിറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ കൂടെയാണ് നമ്മൾ ഈ വീക്ക് തുടങ്ങിയത്. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്ന് വേണം. ഇന്നും മാർക്കറ്റ് ഏതാണ്ട് ആസ് വി സ്പീക്ക് 100 പോയിൻറ്റ്സ് നിഫ്റ്റിയിൽ ഡൗൺ ആണ് എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ നല്ല രീതിയിൽ നെഗറ്റീവ് ബയസ് ഉണ്ട്. ഇനി അങ്ങോട്ട് ഒരു അപ്സൈഡ് ട്രിഗർ ചെയ്യാനായിട്ട് വലിയൊരു ഫാക്ടേഴ്സ് ഒന്നുമില്ല. ആകെപ്പാടെയുള്ളത് ഇൻഡോ US ട്രേഡ് ഡീൽ എന്ന് പറയുന്ന സെൻറ്റിമെൻറ്റ് ബൂസ്റ്ററും മാത്രമാണ് എന്നുള്ള, അല്ലാതെ വേറെ ഒന്നും തന്നെ ഇല്ല എന്നുള്ള. ഇപ്പോൾ ഇന്ത്യ ഇന്നലെ ശരിക്കും പറഞ്ഞാൽ UAE ആയിട്ട് നല്ല രീതിയിലുള്ളൊരു ട്രേഡ് അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തിയെങ്കിൽ പോലും ഇറ്റ് ഈസ് ഫെയിലിംഗ് ടു ഇഗ്നൈറ്റ് ദ മാർക്കറ്റ്. ആ മാർക്കറ്റിന് ഒരു ആനിമൽ സ്പിരിറ്റ്സ് ഇല്ല എന്നുള്ള രീതിയിലാണ് മാർക്കറ്റ് പോകുന്നത്. ഇപ്പോൾ ഇന്നലെ ഞാൻ തന്നെ നിഫ്റ്റി 50 ഒന്ന് നോക്കിയപ്പോൾ ഇന്നലെ -0.42% നിഫ്റ്റി ഡൗൺ ആയിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഞാൻ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇന്ത്യ വോളറ്റിലിറ്റി ഇൻഡെക്സ്, നമുക്കറിയാലോ 9 എന്ന് പറയുന്ന ഒരു ഫിഗറിലേക്ക് ഇന്ത്യ വിക്സ് ഒരിടയ്ക്ക് വന്നിരുന്നു എന്നുള്ളതാണ്. ആ 9 എന്ന് പറയുന്ന ഫിഗർ ഇൻഡിക്കേറ്റ് ചെയ്തത് എന്താ? അത് വീക്ക്നെസ് ആണോ സ്ട്രെങ്ത് ആണോ കാണിക്കണമെന്നല്ല. ആ 9 എന്ന് പറയുന്ന ഫിഗർ പറയുന്നത് എന്താ വെച്ചാൽ മുകളിലോട്ടോ താഴോട്ടോ വലിയ രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റോ വോളറ്റിലിറ്റിയോ മാർക്കറ്റ് കാണുന്നില്ല. മാർക്കറ്റ് ചത്ത് കിടക്കണമെന്നില്ല. ഇന്നലെ ഞാൻ ഇന്ത്യൻ വിക്സ് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 4% അപ്പായി 11.58% 9-ൽ നിന്ന്. നമ്മളിത് കഴിഞ്ഞ മാസം നമ്മൾ ഡിസംബറിൽ പറയുമ്പോൾ 9 ഒക്കെ ആയിരുന്നു. ഡിസംബർ ലാസ്റ്റോട് കൂടിയും ജനുവരി തുടക്കത്തോടു കൂടി ആ 9-ൽ നിന്ന് 11.58 ആയിരുന്നു. എന്നാൽ നിഫ്റ്റി ആ നിയർ ടു ഹൈ ലെവലിൽ നിന്ന് താഴേക്ക് വന്നു. മനസ്സിലായല്ലോ? അതായത് നിഫ്റ്റി താഴേക്കും വന്നു, വോളറ്റിലിറ്റി ഇൻഡെക്സ് കുറച്ചൊന്ന് കയറുകയും ചെയ്തു 9-നെക്കാട്ടിലും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് നമ്മൾ മനസ്സിലാവണം എന്താ, അണ്ടർ ടോൺ എന്ന് പറയുന്നത് വളരെ രീതിയിലുള്ള ഒരു നെഗറ്റീവാണ്. നെഗറ്റീവ് എന്ന് പറയുന്നതിനേക്കാളും കറക്റ്റായിട്ടുള്ള വാക്ക്
ലാക്ക് ഓഫ് പോസിറ്റീവ് ട്രിഗർ എന്നാണ്. ഇപ്പോൾ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ നെഗറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ ഒരു നെഗറ്റീവ് ന്യൂസ് ഉണ്ടെന്നുള്ള, ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു നെഗറ്റീവ് ന്യൂസ് അല്ല, നമുക്ക് പോസിറ്റീവ് ട്രിഗേഴ്സ് ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം, ഈ പോസിറ്റീവ് ട്രിഗർ ഇല്ല എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്തെന്നറിയോ, പോസിറ്റീവ് ട്രിഗർ ഇല്ല എന്ന് നമ്മൾ പറയാൻ കാര്യം ഒരു ഗ്ലോബൽ മണിക്ക് മറ്റുള്ള ഓപ്പർച്യൂണിറ്റീസ്, ലോകത്തുള്ള മറ്റുള്ള ഓപ്പർച്യൂണിറ്റീസ് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് ട്രിഗർ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പൈസ ഇങ്ങോട്ട് വരുന്നില്ല. എന്നാൽ ഇന്ത്യൻ മാർക്കറ്റിൽ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ഗ്ലോബൽ മണിക്ക് ഇന്ത്യ സെല്ല് ചെയ്തിട്ട് പോകാനുള്ള കാരണങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ രണ്ടും കൂടെ ഏതാണ്ട് വരുന്ന ഒരു പ്രിക്വേറിയസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ഇന്ത്യൻ മാർക്കറ്റ് പോകുന്നത് എന്നുള്ളതാണ്. ഞാൻ ആക്ച്വലി കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു മാർക്കറ്റിൽ കൂടി എക്സ്പീരിയൻസ് ചെയ്ത് പോകുന്നത് എന്നുള്ളത് ഞാനൊന്ന് പറയണമെന്ന് എനിക്ക്. അപ്പോൾ നമ്മൾ ഈ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഗ്ലോബലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ NBC ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് ഒരു ബ്രീഫ് ടെലിഫോണിക് കോൺവെർസേഷൻ NBC ന്യൂസിൻ്റെ കറസ്പോണ്ടൻറ്റും ട്രംപും തമ്മിലായപ്പോൾ അവിടെ ഒരു ചോദ്യം വന്നിരുന്നു. അതായത് ഈ ഗ്രീൻലൻഡ് അതിൻ്റെ ഇഷ്യൂ കാരണം യൂറോപ്യൻ യൂണിയൻ മേൽ, അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയാൻ പറ്റില്ല, യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ യൂറോപ്പിലെ പല രാജ്യങ്ങൾക്ക് മേൽ ഈ ടാരിഫ് വയ്ക്കുന്ന കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് 100%, 100% വിൽ ബി ഗോയിങ് അഹെഡ് വിത്ത് ടാരിഫ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എന്നിട്ട് ആ കറസ്പോണ്ടൻ്റ് ഒരു ചോദ്യം കൂടെ ചോദിക്കുന്നു, ഈ ഗ്രീൻലൻഡിൻ്റെ കാര്യത്തിൽ ഇനി ഇവരാരും സമ്മതിച്ചില്ല, അല്ലെങ്കിൽ ഗ്രീൻലൻഡിനെ മേടിക്കാൻ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ ഫോഴ്സ് ഉപയോഗിച്ച് അത് ടേക്ക് ഓവർ ചെയ്യാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നോ കമൻസ് എന്നാണ്. ഇപ്പോൾ ഈ വക കാര്യങ്ങൾ കൊണ്ട് തന്നെ ആക്ച്വലി ഇന്നലെ ഗ്ലോബൽ മാർക്കറ്റ് അത്ര സുഖകരമായിരുന്നില്ല എന്നുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, ബൈ ഫോഴ്സ് ഉപയോഗിച്ച് എടുക്കാൻ വരെ, ബൈ ഫോഴ്സ് ഉപയോഗിക്കുമ്പോൾ അപ്പർ സൈഡിൽ ആരാണ്, ഏതാണ്ട് യൂറോപ്പിലെ മേജർ രാജ്യങ്ങൾ ഇൻക്ലൂഡിങ് UK, ജർമ്മനി, ഫ്രാൻസ് ഒക്കെ അപ്പുറത്തെ സൈഡിൽ ഉണ്ട് എന്നുള്ളതാണ്. അതൊരു വലിയ വാറിലേക്ക് പോകുന്നുള്ളതല്ല, അതൊരു വലിയൊരു എന്താ പറയുക, ഒരു ഇൻസ്റ്റെബിലിറ്റിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും എന്നുള്ളതാണ്. അപ്പോൾ ഞാനൊന്ന് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ US മാർക്കറ്റ് ക്ലോസ്ഡ് ആയിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. അതായത് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ഡേ കാരണമുള്ള ഹോളിഡേ ആയിരുന്നു അവിടെ. അപ്പം മാർക്കറ്റിൽ അവിടെ US മാർക്കറ്റ് റിഫ്ലക്റ്റ് ചെയ്യാൻ മാത്രമില്ല. എന്നാൽ US ഫ്യൂച്ചേഴ്സിൽ ഞാൻ നോക്കുമ്പോൾ 3 ഇൻഡസസും, അതിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ S&P 500 ആണെങ്കിലും ശരി, നാസ്ഡാക്ക് കോമ്പോസിറ്റ് 100 ആണെങ്കിലും ശരി, ഡൗ ജോൺസ് ആണെങ്കിലും ശരി, 3 ഇൻഡെക്സും ഞാൻ ലാസ്റ്റ് ഒരു 8:30 സമയത്തിനൊക്കെ നോക്കുമ്പോൾ നിയർലി 1% മൈനസ് ആയിരുന്നു എന്നുള്ള കാര്യം. സാധാരണ നമ്മളിപ്പോൾ നോക്കാൻ നേരത്ത്, ഇപ്പോൾ ഞാൻ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ പിന്നെ അതിന് ഇക്വലൻ്റ് ആയിട്ട് നോക്കുക, അതായത് ജിയോ പൊളിറ്റിക്കൽ ഒരു ഇഷ്യൂ നടക്കുമെങ്കിൽ നമ്മൾ ആദ്യം നോക്കുന്ന ഒരു ഗ്ലോബൽ ക്യൂ എന്ന് പറയുന്നത് US മാർക്കറ്റാണ്. പിന്നെ നമ്മൾ നോക്കുന്നത് പ്രഷ്യസ് മെറ്റലും ഡോളറിൻ്റെയും മൂവ്മെൻറ്റാണ്. അപ്പോൾ ഇന്നലെ US മാർക്കറ്റ് ഇല്ല. ഫ്യൂച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ 3 ഇൻഡിസസും ഏതാണ്ട് -1% ഡൗൺ ആയിരുന്നു എന്നുള്ള. നമ്മൾ ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഗോൾഡിലും സിൽവറിലേക്ക് നോക്കുകയാണെങ്കിൽ ഗോൾഡ് ആൻഡ് സിൽവർ ഈസ് സ്കെയിലിംഗ് ടു ന്യൂ ഹൈ എന്നുള്ളത്. അതായത് ഗോൾഡ് എനിക്ക് തോന്നുന്നു $, 4,673, അതായത് +2% എനിക്ക് അത്രമാത്രം കയറി, 4,627 പെർ ഔൺസ് എന്നുള്ള രീതിയിൽ. എനിക്കൊന്ന് സിൽവർ 6% കയറി തോന്നുന്നു അല്ലേ, 93.36 എന്ന് പറയുന്ന ലെവൽ പെർ ഔൺസിലേക്ക് മാറി എന്നുള്ള. അപ്പോൾ എന്താ നമുക്ക് മനസ്സിലാവുന്നത്, ദർ ഈസ് മണി that is selling in high risky assets and the money is moving to safe havens like precious metal അല്ലെങ്കിൽ ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ എന്നുള്ള രീതിയിൽ ഒരു ട്രേഡ് ഹാപ്പൻ ചെയ്യുന്നതാണ് ഗ്ലോബൽ ക്യൂസ് നമ്മളോട് പറയുന്ന ഒരു കാര്യം. ഇനി നമ്മൾ നോക്കുന്നത് എന്താ, നമ്മൾ ഡോളറിൻ്റെ കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഡോളർ സാധാരണ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ വരുമ്പോൾ തീർച്ചയായിട്ടും മണി വിൽ ചേസ് ഗോൾഡ്, സിൽവർ ആസ് വെൽ ആസ് ദ മദർ കറൻസി US ഡോളേഴ്സിലും കൂടെ സ്ട്രെങ്തൻ ചെയ്യേണ്ടതാണ്. ബട്ട് എന്തുകൊണ്ടോ ഇന്നലെ US ഡോളർ വീക്കായിരുന്നു. ഒരു പക്ഷേ സാധാരണ ജിയോ പൊളിറ്റിക്സ് ഇഷ്യൂ വരുമ്പോൾ US ഡോളർ കയറി നിൽക്കാറാണ് പതിവ്, അല്ലെങ്കിൽ US ഡോളേഴ്സിലേക്ക്, അതായത് അവിടെയും ഒരു സേഫ് കറൻസി എന്നുള്ള രീതിയിലേക്ക് US ഡോളേഴ്സിലേക്ക് പൈസ അട്രാക്ട് ചെയ്യുന്ന സമയമാണ് ഈ ജിയോ പൊളിറ്റിക്കൽ ത്രെട്ട് ഉള്ളപ്പോൾ. ബട്ട് എനിക്ക് തോന്നുന്നു ഇവിടെ ഇൻവോൾവ് ആയിട്ടുള്ള രാജ്യം US ആയതുകൊണ്ടായിരിക്കണം ഇന്നലെ ഡോളർ ചെറിയ രീതിയിൽ വീക്കാണ്. അപ്പോൾ നമ്മൾ ഗ്ലോബൽ ക്യൂസ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൻ്റെ US മാർക്കറ്റിൻ്റെ ഫ്യൂച്ചേഴ്സ് മൈനസ് ആയിരുന്നു, ഡോളർ വീക്കാണ്, ഗോൾഡിലും സിൽവറിലേക്കും പൈസ കയറുന്നു. അതിൻ്റെ അർത്ഥം ഈ പറയുന്ന പോലെ ഒരു റിസ്ക് എലമെൻറ്റ് ഗ്ലോബൽ ഇക്വിറ്റീസിൽ അല്ലെങ്കിൽ ഗ്ലോബൽ എക്കണോമിയിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യൻ റുപ്പി ആണെങ്കിലോ, ഇപ്പം നമ്മൾ ഡോളർ വീക്ക് ആവുന്നുള്ളൂ കാര്യം പറഞ്ഞല്ലോ, ഇന്റർനാഷണലി ഡോളർ വീക്ക് ആവുന്നു. ബട്ട് ഇന്ത്യയിലെ സ്ഥിതി എന്ന് വെച്ചാൽ ഈ വീക്കാവുന്ന ഇന്റർനാഷണൽ കറൻസിയായ ഡോളറിന് അഗെയിൻസ്റ്റ് നമ്മുടെ റുപ്പി വീണ്ടും വീക്കാവുകയാണ് എന്നുള്ളത്. ഏതാണ്ട് 90.9 എന്നുള്ള രീതിയിൽ ഡിപ്രിഷിയേറ്റ് ചെയ്തു എഗെയിൻസ്റ്റ് ഡോളർ, അതായത് എഗെയിൻസ്റ്റ് എ വീക്കനിങ് ഡോളർ എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ. അത് മെയിൻലി 2 കാര്യങ്ങളുണ്ട്.
ഒന്ന് ഇത് സ്ഥിരം കൾപ്രിറ്റ് യൂഷ്വൽ സസ്പെക്റ്റ് ആയ FIIസിൻ്റെ സെല്ലിങ്. FIIs സെല്ല് ചെയ്യാൻ നേരത്ത് അത്രയ്ക്ക് മാത്രം ഡോളറിൽ പൈസ എടുത്തുകൊണ്ട് പോകാൻ നേരത്ത് അത്രയും ഡോളർ സിസ്റ്റത്തിൽ നിന്ന് പോകാൻ നേരത്ത് റുപ്പിയുടെ മുകളിൽ പ്രഷർ ഉണ്ടാവും എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് എനിക്ക് തോന്നുന്നു കൂടുതലും മെറ്റൽ ഇമ്പോർട്ട് ചെയ്യുന്നവർക്ക് കുറച്ച് ഡോളേഴ്സിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു, ഇത്ര ഭേദപ്പെട്ട സൈസബിൾ ആയിട്ടുള്ളൊരു എമൗണ്ട്. അതിൻ്റെ ഡോളർ പർച്ചേസും കൂടെ വന്നപ്പോൾ ഈ പറയുന്ന പോലെ ഡോളറിന് ഷോർട്ടേജ് വന്നു, വിച്ച് ഇൻ ടേൺ വിൽ പുട്ട് പ്രഷർ ഓൺ റുപ്പി എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെയാണ് 90.9 എന്നുള്ള രീതിയിൽ നിൽക്കുന്നു എന്ന് പറയും. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഗ്ലോബൽ ക്യൂസ് ആയിട്ട് കിട്ടുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ജിയോ പൊളിറ്റിക്സും കൂടെ നോക്കി പോവുകയാണെങ്കിൽ, ജപ്പാനിൽ അവിടുത്തെ പ്രൈം മിനിസ്റ്റർ തക്കായിച്ചി ഒരു സ്നാപ്പ് എലക്ഷൻ ഫെബ്രുവരി 8 പറഞ്ഞിട്ടുണ്ട്. അത് പെട്ടെന്നായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് വരുന്നു എന്നുള്ളതാണ്. അതായത് അവിടെ ആര് എലക്ട് ചെയ്യും അല്ലെങ്കിൽ ആര് വോട്ട് ഔട്ട് ചെയ്യും എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് നമുക്ക് ഒന്ന് ക്ലിയർ ആയിട്ട് നോക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഡിസൊല്യൂഷൻ ഓഫ് പാർലമെൻറ്റ്, ജാപ്പനീസ് പാർലമെൻറ്റ് ഈ സ്നാപ്പ് എലക്ഷൻ കാരണം ഡിസൊല്യൂഷൻ ചെയ്യേണ്ടത് എനിക്ക് തോന്നുന്നു ഫ്രൈഡേ ആണെന്ന് തോന്നുന്നു. ബട്ട് ആ ഫ്രൈഡേ തന്നെയാണ് ബാങ്ക് ഓഫ് ജപ്പാൻ്റെ മീറ്റിങ്ങും കൂടെ കോയിൻസൈഡ് ചെയ്ത് വരുന്നുള്ളത്. അപ്പോൾ ജപ്പാൻ അവിടെ ഒരു ഫാക്ടറായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ചയേ ഉള്ളൂ, ബുധൻ, വ്യാഴം, വെള്ളി. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഈ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആവുക എന്ന് പറഞ്ഞ കാര്യം നമ്മൾ പറഞ്ഞല്ലോ, ജപ്പാനിൽ ബോണ്ട് ഡീൽസ് കയറുകയാണ്. അത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ നല്ല കാര്യമല്ല. കാര്യം വെച്ചാൽ ഈ അൺവൈൻഡിങ് ഓഫ് എൻകാരി ട്രേഡ് നടക്കാനുള്ള സാധ്യതയും കൂടെയുണ്ട്. അതേ ദിവസം തന്നെയാണ് അവിടെ പാർലമെന്റ് ഡിസൊല്യൂഷനും കൂടെ നടക്കുന്നത് എന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ച് വെക്കേണ്ട കാര്യമാണ് ഗ്ലോബൽ ക്യൂസ് എന്നുള്ള രീതിയിൽ എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഗ്രീൻലാൻഡ് ഇഷ്യൂ എന്ന് പറയുന്ന കാര്യം യൂറോപ്പിനെ കംപ്ലീറ്റ് അഫക്റ്റ് ചെയ്യുന്ന കാര്യമായിട്ട് നമ്മൾ പറഞ്ഞു. US മാർക്കറ്റ് തന്നെ ഈ പറഞ്ഞ ഫ്യൂച്ചേഴ്സ് ഡൗൺ ആയിരുന്നു. അപ്പോൾ ഈ യൂറോപ്യൻ മേജർ മാർക്കറ്റ്സ് ആയ ഞാനൊന്ന് ഡാക്സും കാക്കും ഒക്കെ നോക്കി. ഇപ്പോൾ ഡാക്സ് ജർമ്മനി എന്ന് പറയുന്നത് DAX ജർമ്മനി എന്ന് പറയുന്നത് ഏതാണ്ട് 1.3% മൈനസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. CAC ഫ്രാൻസിലെ ജർമ്മൻ ഇൻഡെക്സ് നോക്കുകയാണെങ്കിലും 1.8%, അല്ല സോറി ഫ്രാൻസിലെ ഇൻഡെക്സ് നോക്കുകയാണെങ്കിലും 1.8%. അപ്പോൾ ജർമ്മനി ഡാക്സും ഫ്രാൻസും ഏതാണ്ട് മൈനസ് ആയിരുന്നു എന്നുള്ള. അപ്പോൾ ഗ്ലോബലി there is an uncertainty regarding the Greenland issue എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിച്ചു വയ്ക്കാം. അപ്പോൾ അതിൻ്റെ റിപ്പിൾ കാസ്കേഡിംഗ് ഡൊമിനോ എഫക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിലും സംഭവിക്കും. അത് തന്നെയാണ് നമ്മൾ രാവിലെ നോക്കുമ്പോൾ ഏതാണ്ട് 100 പോയിൻറ്റ്സ് മൈനസ് ആയിരുന്നു. ഇതിൻ്റെ കൂടെ ഇഷ്യൂ ആയിട്ട് വന്നത് നമ്മുടെ മിക്സഡ് ആയിട്ടുള്ള ഏർണിങ്സിൻ്റെ അൺസർട്ടനിറ്റി ആണെന്നുള്ള. ഞാൻ ഈ ഏർണിങ്സിൻ്റെ കാര്യം കുറച്ചുകൂടി ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം, അത് നെക്സ്റ്റ് ആയിട്ട് വരട്ടെ എന്നുള്ളതാണ്. പിന്നെ US ട്രഷറി സെക്രട്ടറിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് സ്കോട്ട് ബെസൻറ്റ് പറയുന്നത് വെച്ചാൽ, ഈ അമേരിക്ക ഒരു ടാരിഫ് പറഞ്ഞല്ലോ ഫെബ്രുവരി 1 മുതൽ 8 രാജ്യങ്ങൾക്കെതിരെ 10% ടാരിഫ്, അത് പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ ജൂൺ ആകുമ്പോഴത്തേക്ക് ഇൻക്രീസ് ചെയ്ത് 25 ആക്കുന്നു. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് EU എന്തെങ്കിലും ടാരിഫായിട്ട് റിട്ടാലിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വുഡ് പ്രൂവ് വെരി കോസ്റ്റ്ലി ആൻഡ് ഇറ്റ് വുഡ് ടേൺ ഔട്ട് ടു ബി എ ബിഗ് മിസ്റ്റേക്ക് എന്നുള്ള രീതിയിലാണ് സ്കോട്ട് ബെസൻ്റെ ഒരു സംസാരം വന്നിരിക്കുന്നത് എന്നുള്ള വേറൊരു കാര്യം. ഇനി ഡാവോസ്, നമുക്കറിയാം ഇന്നലെ ഡാവോസിൽ വേൾഡ് എക്കണോമിക് ഫോറം ടേക്ക് ഓഫ് ചെയ്തു. എനിക്ക് തോന്നുന്നു പ്രസിഡന്റ് ട്രംപ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ഡെലിഗേഷനെയാണ്, എനിക്ക് തോന്നുന്നു അവരുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡെലിഗേറ്റ്സിനെയും കൊണ്ടാണ് ഡാവോസിലേക്ക് ട്രാവൽ ചെയ്യുന്നതെന്നുള്ളതാണ് മനസ്സിലാക്കിയത്. എനിക്ക് തോന്നുന്നു വെനസ്ഡേ ആയിരിക്കണം എന്ന് തോന്നുന്നു. ട്രംപ് ഈസ് എക്സ്പെക്റ്റഡ് ടു സ്പീക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തേഴ്സ്ഡേ രാവിലെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിൽ അപ്പോഴായിരിക്കും ഈ ട്രംപിൻ്റെ അവിടുത്തെ ഒരു പ്രസ് കോൺഫറൻസും ബാക്കിയുള്ള ഡീറ്റെയിൽസിനെയും കുറിച്ച് നമുക്ക് വ്യാഴാഴ്ച ആയിരിക്കാം നമുക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽ കിട്ടണത് എന്നുള്ളതാണ്. പിന്നെ വേറൊരു അമേരിക്കയിൽ ഒരു രസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ലിസ കൂക്ക് എന്ന് പറഞ്ഞ ഒരു US ഫെഡിലെ ഒരു ഒഫീഷ്യലിനെ ട്രംപ് റിമൂവ് ചെയ്തെന്ന് പറഞ്ഞല്ലോ, അതായത് ഫയർ ചെയ്തു എന്നുള്ളൊരു ന്യൂസ് നമ്മളൊരു 3-4 മാസം മുമ്പേ പറഞ്ഞു. ലിസ കൂക്കിൻ്റെ ആ കോടതിയുടെ ആ ഒരു ഹിയറിങ്ങിന് സുപ്രീം കോടതിയിലേക്ക് ജെറോം പവൽ നേരിട്ട് പങ്കെടുക്കുന്നു എന്നുള്ളൊരു ന്യൂസും കൂടെ. ഇത് പൊളിറ്റിക്കലി അമേരിക്കയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം വെച്ചാൽ ഈ ലിസ കൂക്കിനെ ട്രംപ് ഫെഡിൽ നിന്ന് എടുത്ത് കളഞ്ഞതാണ്. അതിൻ്റെ ഹിയറിംഗ് ആണ് സുപ്രീം കോടതിയിൽ നടക്കുന്നത്. അതിൽ നമ്മുടെ ഇപ്പോഴത്തെ ഫെഡ് ചെയർ മെയ് 2026 വരെ ചെയറിലിരിക്കാൻ യോഗ്യതയുള്ള ജെറോം പവൽ അതിന് പോവുക എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ലിസ കൂക്കിനൊരു സോളിഡാരിറ്റി ആയിട്ടാണ്, അതായത് ട്രംപിൻ്റെ ആക്ഷന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളത് എന്നുള്ളത് അമേരിക്കയിലെ ഈ ബോണ്ട് മാർക്കറ്റിനെയും ഇൻട്രസ്റ്റ് റേറ്റിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണെന്നുള്ളൊരു ഗ്ലോബൽ ക്യൂവും കൂടെ അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇന്ന് രാത്രി, അതായത് നാളെ വെളുപ്പിനോടുകൂടി നമുക്കറിയാം വീണ്ടും ഈ ട്രംപിൻ്റെ ടാരിഫിൻ്റെ ലീഗാലിറ്റിയെക്കുറിച്ചുള്ള സുപ്രീം കോടതിയുടെ റൂളിംഗ് വരുന്നത്
ഇന്ന് രാത്രിയാണ് അല്ലെങ്കിൽ നാളെ രാവിലെയാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം എന്നുള്ളൂ, ചിലപ്പോൾ മിക്കവാറും ഇന്ത്യൻ ടൈം എനിക്ക് തോന്നുന്നു നാളെ 8:30 PM എനിക്ക് തോന്നുന്നു കേട്ടോ. ഇന്ത്യൻ ടൈം 8:30 PM തോന്നുന്നു. അതായത് നാളെ രാവിലെ 10:30 AM ഈസ്റ്റേൺ സ്റ്റാൻഡേർഡ് ടൈമിനായിരിക്കും ഈ സുപ്രീം കോടതി റൂളിംഗ് വരുന്നത്. 2 പ്രാവശ്യം ഡിഫർ ചെയ്ത ഒരു റൂളിംഗ് ആണ്. ഇപ്രാവശ്യം വരുമോ വരില്ല എന്ന് അറിയില്ല. ബട്ട് ഈവൻ ദെൻ നമ്മൾ ഒരു കാര്യത്തിന് പ്രിപ്പയർഡ് ആയിരിക്കണം. എല്ലാ പ്രേക്ഷകരോടും പറയുന്ന കാര്യം, പെട്ടെന്ന് വരുമ്പോഴത്തേക്കും ഈ റൂളിംഗ് എന്തെങ്കിലും ഉണ്ടായാൽ, അത് പ്ലസ് ആയാലും ശരി മൈനസ് ആണെങ്കിലും ശരി, അത് പെട്ടെന്നായിരിക്കും ചിലപ്പോൾ അഫക്റ്റ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് നിങ്ങളുടെ ട്രേഡും ഇൻവെസ്റ്റ്മെൻറ്റ്സും ഒന്ന് പൊസിഷൻ ചെയ്യണം. ഇത് വിറ്റുമാറുക എന്നുള്ളതോ അല്ലെങ്കിൽ കൂടുതൽ മേടിക്കുക എന്നുള്ള ഉദ്ദേശത്തിലേ അല്ല ഞാൻ പറയുന്നത്. ബട്ട് അങ്ങനെ ഒരു ഈവൻ്റ് ഉണ്ട്. ദാറ്റ് ഈസ് എ വെരി സിഗ്നിഫിക്കൻറ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഈവൻ്റ് എന്നുള്ളതാണ്. പിന്നെ മറ്റുള്ള ഗ്ലോബൽ ക്യൂസ് ഒന്ന് ട്രാക്ക് ചെയ്യാൻ നേരത്ത്, ഓയിൽ മാർക്കറ്റിൽ നോക്കാൻ നേരത്ത് ക്രൂഡ് ഏതാണ്ട് $64 per barrel എന്ന രീതിയിൽ ട്രേഡ് ചെയ്യുന്നു. ബിറ്റ് കോയിൻ ആസ് യു റൈറ്റ്ലി സൈഡ് ചെയ്ത് നോക്കിയാണ് 92,000 അല്ലേ, ഒരു ഷാർപ്പായിട്ടുള്ള ഫോൾ 92,000 ഒക്കെ വീണു എന്നുള്ളതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ചെറുതായിട്ടൊന്ന് റിക്കവർ ചെയ്തിട്ടുണ്ട് ബിറ്റ് കോയിൻ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യങ്ങളെന്നാണ്. ഇതിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം വെച്ചാൽ ഇന്ത്യൻ മാർക്കറ്റിലെ സസ്റ്റെയിൻഡ് ആയിട്ടുള്ളൊരു വീക്ക്നെസ് നമ്മൾ കാണുന്നു. ഏർണിങ്സ് കമ്പനീസ് ബേസിക്കലി ടോപ്പായിട്ടുള്ള കമ്പനികളുടെ ഇപ്പോൾ റിലയൻസ്, TCS, HDFC ബാങ്ക്, ഇൻഫോസിസ്, അതായത് നമ്മുടെ ഇൻഡെക്സിലെ ഹെവി വെയ്റ്റ് ബ്ലൂ ചിപ്പ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ നിന്ന് ഇൻഡെക്സിനെ ലീഡ് ചെയ്യുന്നതും ഇൻഡെക്സിൽ നല്ല വെയിറ്റേജ് ഉള്ള കമ്പനിയുടെയും റിസൾട്ട്സ് വന്നിട്ടും നമ്മുടെ മാർക്കറ്റിനെ ഇംപ്രസ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള. ഇതിനകത്ത് ഞാനിന്ന് പറയാൻ പോകുന്നത് ചെറിയൊരു സ്റ്റഡിയാണ്. ഈ സ്റ്റഡി ജസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, അത് ഇൻ ഷോർട്ടായിട്ട് ഞാൻ എന്താണ് പ്രോബ്ലം എന്ന് ഞാൻ പറഞ്ഞുതരാം. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഓരോ സ്റ്റോക്സും താഴെ വീഴുമ്പോൾ നമ്മളിത് ഓപ്പർച്യൂണിറ്റി ആണോ ഇതൊരു വാല്യൂ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആണോ എന്ന് വിചാരിച്ചാണല്ലോ നമ്മൾ പല കാര്യത്തിലും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഞാനിപ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ പല മെയിൻ ലൈൻ ഇൻഡിസസ് സ്റ്റോക്ക് താഴെ വരുമ്പോഴും നമ്മുടെ ആൾക്കാർ തെറ്റിദ്ധരിച്ച് മേടിക്കാൻ കാര്യം എന്താണെന്നറിയോ, വേണ്ട രീതിയിൽ ഈ സ്റ്റോക്കുകൾ താഴേക്ക് വന്നിട്ടില്ല എന്നുള്ളത്. അതിന് ഏക ഉത്തരവാദി ഞാൻ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ട്സ് ആണെന്നുള്ളത്. അതിൻ്റെ ഒരു സ്റ്റഡി എന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് നമ്മളിപ്പോൾ ലാസ്റ്റ് 3 കൊല്ലത്തെ ഡേറ്റ ഒന്ന് സ്ക്രീൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ, നിഫ്റ്റി ഏതാണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 3 കൊല്ലം നിഫ്റ്റി ഡെലിവറി ചെയ്ത റിട്ടേൺ, അതായത് ആ ഇൻഡെക്സ് എന്ന് പറയുന്ന നിഫ്റ്റി ഡെലിവറി ചെയ്ത റിട്ടേൺ 12% ആയിരുന്നു എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. ബട്ട് ഈ നിഫ്റ്റി എന്ന് പറയുന്നത് 50 സ്റ്റോക്കാണല്ലോ. ഈ 50 സ്റ്റോക്ക് എല്ലാം കൂടെ ചേർന്ന് 12% ലാസ്റ്റ് 3 കൊല്ലം റിട്ടേൺ തന്നെങ്കിൽ പോലും 20% ഓഫ് നിഫ്റ്റി സ്റ്റോക്സ് 20% ഓഫ് നിഫ്റ്റി സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ 5 സ്റ്റോക്കിൽ 1 സ്റ്റോക്ക് ലാസ്റ്റ് 3 കൊല്ലം ഒന്നില്ലെങ്കിൽ നെഗറ്റീവ് റിട്ടേൺ ആണ്, അല്ലെങ്കിൽ ബാങ്ക് ഇൻട്രസ്റ്റിനേക്കാളിലും വളരെ ലോ റിട്ടേൺ ആണ്, പെർഫോമൻസ് ആണ് സ്റ്റോക്സ് തന്നതെന്നുള്ള. ഞാൻ പറയുന്നത് 20% ഓഫ് നിഫ്റ്റി സ്റ്റോക്സ്. 20% ഓഫ് നിഫ്റ്റി സ്റ്റോക്സ് എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇറ്റ് ഈസ് എ ഗുഡ് നമ്പർ അല്ലേ. 1 in every 5 സ്റ്റോക്ക് നമ്മൾ ടോട്ടൽ നിഫ്റ്റി 12% 3 കൊല്ലത്തിൽ കയറി എന്ന് പറയുമ്പോഴും 1 in every 5 സ്റ്റോക്ക് ഹാസ് ഡെലിവേർഡ് എ പുവർ റിട്ടേൺ, ഒന്നിലേക്ക് നെഗറ്റീവ് അല്ലെങ്കിൽ വെരി മിനിസ്ക്യൂൾ റിട്ടേൺ ഇൻ ദ ലാസ്റ്റ് 3 years എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ ഈ പറയുന്ന കമ്പനികൾ ആരൊക്കെയാണ്? ഇൻഡെക്സ് ഹെവി വെയ്റ്റ് ആണ്, ഇന്ത്യയിലെ ലാർജസ്റ്റ് വാല്യൂഡ് കമ്പനീസാണ്, കൺട്രീസ് മോസ്റ്റ് ഹൈലി വാല്യൂഡ് ഫേംസ് ആയിട്ടുള്ള കമ്പനികളുടെ പെർഫോമൻസ് ലാസ്റ്റ് 3 കൊല്ലത്തെ ഒരു കമ്പാരിസനാണ് ഞാൻ പറയുന്നത്. ലാസ്റ്റ് 3 കൊല്ലം നിഫ്റ്റി 12%, എന്നാൽ ഈ സ്റ്റോക്സിൻ്റെ റിട്ടേൺ ഒന്ന് ശ്രദ്ധിക്കുക. റിലയൻസ് 4.6% റിട്ടേൺ, TCS -2.1% റിട്ടേൺ, HDFC ബാങ്ക് +4.1% റിട്ടേൺ, കോട്ടക് മഹീന്ദ്ര ബാങ്ക് +6.5% റിട്ടേൺ, വിപ്രോ +6.8% റിട്ടേൺ, HUL -3.1%, ഏഷ്യൻ പെയിൻറ്റ്സ് -1.3%, ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾ -5%, അഡാനി എൻ്റർപ്രൈസസ് -14%, ITC -0.01%, വിപ്രോ +6.8%, HDFC ലൈഫ് ഇൻഷുറൻസ് 6.8%. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ടാക്സ് എല്ലാം, ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് എല്ലാം മാറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്രയും വലിയ ഹൈലി വാല്യൂഡ് ആയിട്ടുള്ള നിഫ്റ്റി സ്റ്റോക്സ് ലാസ്റ്റ് 3 കൊല്ലം ഒരു ബാങ്ക് FDയെക്കാളും മോശമായിട്ടുള്ള റിട്ടേൺ ആണ് തന്നതെന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. ഇവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഇൻഡെക്സ് സ്റ്റോക്സ്, എന്നിട്ടും ഇൻഡെക്സ് 12% കയറിയുന്നത്. അപ്പം നമ്മളെ മിസ്ലീഡ് ചെയ്തിരിക്കുന്നത് ഈ സ്റ്റോക്കാണെന്നുള്ളത്. എന്നിട്ടും ഈ സ്റ്റോക്കുകൾ റിട്ടേൺ കുറവാണ്.
എന്നിട്ടും വേണ്ട രീതിയിൽ കറക്റ്റ് ചെയ്തില്ല എന്നുള്ള എൻ്റെ ഒരു ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ US മാർക്കറ്റിൽ ഏറ്റവും വലിയ പെർഫോമൻസ് ആരാ? അവിടുത്തെ ഹെവി വെയിറ്റ് ആയിട്ടുള്ള NVIDIAയും ആപ്പിളും ആൽഫാബറ്റും ഒക്കെ തന്നെയാണ്. എന്നാൽ ഇവിടുത്തെ ഹെവി വെയിറ്റുകൾ നമുക്ക് തന്ന റിട്ടേൺ ഒരു ബാങ്ക് FDയെക്കാളും മോശമായിരുന്നു, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഈ നിഫ്റ്റി കമ്പനികൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിളിന് ഇൻ്റർനാഷണൽ ബിസിനസ് ഉണ്ട്, കുറേ ഐ.ടിക്ക് ഇൻ്റർനാഷണൽ ബിസിനസ് ഉണ്ട്, റിലയൻസിനും കുറച്ചൊക്കെ ഉണ്ട്. ഇതൊക്കെ മാറ്റി വെച്ചാൽ ഞാൻ ഈ പറയുന്ന പല ബാങ്കിങ് സ്റ്റോക്സൊക്കെ ഡൊമസ്റ്റിക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സുകളാണ്. ഈ ഡൊമസ്റ്റിക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സുകൾ എങ്ങനെയാണ് ഗ്രോ ചെയ്യുന്നത്? അത് എപ്പോഴും ഇന്ത്യയിൽ ഗ്രോ ചെയ്യുന്നത് നമ്മുടെ നോമിനൽ GDPക്ക് അനുസരിച്ചാണ് ഗ്രോ ചെയ്യുന്നത്. നോമിനൽ GDP എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പറയുന്നത് ഈ റിയൽ GDPയുടെ കൂടെ ഈ ഇൻഫ്ലേഷനും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നോമിനൽ GDP വരുന്നത്. ഇന്ത്യയിലെ നോമിനൽ GDP എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം ഇന്ത്യയിലെ മെയിൻ ആയിട്ടുള്ള ഡൊമസ്റ്റിക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള തീംസ് ഉള്ള സ്റ്റോക്ക് റിയൽ GDP പ്ലസ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന നോമിനൽ GDP വെച്ച് നോക്കുമ്പോൾ വളരെ കുറവായിട്ടാണ് ഗ്രോ ചെയ്തത് എന്നുള്ളതാണ് അതിനകത്ത് രസകരമായിട്ടുള്ള കാര്യം. ഈ ലാർജ് കമ്പനീസൊക്കെ മിമിക് ചെയ്യുന്നത് ഈ നോമിനൽ GDP ഗ്രോത്താണ്. ആ നോമിനൽ GDP ഗ്രോത്തിനനുസരിച്ചാണ് ഈ കമ്പനീസ് ഗ്രോ ചെയ്യുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു ഈ പറയുന്ന പോലെ റിയൽ GDP പ്ലസ് ഇൻഫ്ലേഷനാണ് നോമിനൽ GDP എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക എന്നുള്ളത്. അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ നിന്നാണ് ഡിബേറ്റ് തുടങ്ങുന്നത്. ആ ഡിബേറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും പറയുന്നത് മാർക്കറ്റിന് കൺഫ്യൂഷൻ ആയിരിക്കുന്നതും ഈ ഡിബേറ്റ് ആണ്. അതായത് ദ ലിങ്കേജ് ബിറ്റ്വീൻ GDP ഗ്രോത്ത്, നോമിനൽ GDP ഗ്രോത്തും കോർപ്പറേറ്റ് പ്രോഫിറ്റ്സും തമ്മിലത് വീക്കൻ ചെയ്തോ എന്നുള്ളത് ഒരു വിഭാഗത്തിലെ മാർക്കറ്റിലെ കൺഫ്യൂഷൻ. മറ്റൊരു വിഭാഗത്തിലെ കൺഫ്യൂഷൻ എന്താ? ഒന്നില്ലെങ്കിൽ ഈ നോമിനൽ GDP ഗ്രോത്തും കോർപ്പറേറ്റ് പ്രോഫിറ്റും ഒരേപോലെ 5 തൊട്ട് 6% വരെ ഗ്രോ ചെയ്യുന്നുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താ? GDPയും വലിയ രീതിയിൽ ഗ്രോ ചെയ്യുന്നില്ല, ഇന്ത്യൻ കോർപ്പറേറ്റ് പ്രോഫിറ്റ്സും നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്നില്ല എന്നുള്ളതിലേക്ക് വരുന്നു എന്നുള്ള ഈ രണ്ട് കാര്യങ്ങളും മാർക്കറ്റിന് കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യം. അതായത് സിമ്പിൾ ഭാഷയിൽ പറഞ്ഞാൽ, സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഭാഷയിൽ പറഞ്ഞാൽ, ഇൻഡെക്സിലെ മെയിൻ വെയിറ്റേജ് ഉള്ള കമ്പനികളുടെ മെയിൻ ഗ്രോത്ത് എന്ന് പറയുന്നത് നോമിനൽ GDP ഗ്രോത്തിനെ ബേസ് ചെയ്തിട്ടാണ്. നോമിനൽ GDP വേണ്ട രീതിയിൽ ഗ്രോ ചെയ്യുന്നില്ല. അത് കാരണം തന്നെ കോർപ്പറേറ്റ് പ്രോഫിറ്റ്സും ഗ്രോ ചെയ്യുന്നില്ല. വെറും സിംഗിൾ ഡിജിറ്റായ 5% to 6% മാത്രമേ ഗ്രോ ചെയ്യുന്നുള്ളൂ. അത് കാരണം ഈ കമ്പനീസ് ഒന്നും ഇൻഡെക്സിൻ്റെ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ലാസ്റ്റ് 3 കൊല്ലമായിട്ട് വലിയ രീതിയിൽ കോൺട്രിബ്യൂഷൻ ഇല്ല എന്നുള്ള രീതിയിലാണ് സിമ്പിൾ ടേംസിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. അപ്പോൾ ഇതിനകത്ത് ഡിബേറ്റ് വരുന്ന കാര്യം ഇന്ത്യയുടെ GDP ഫിഗേഴ്സാണ്. അതായത് ഇന്ത്യയുടെ GDP ഫിഗേഴ്സ് അപ്പോൾ ഈ 7.3 എന്നൊക്കെ നമ്മൾ നിഖിൽ നേരത്തെ പറഞ്ഞല്ലോ, എന്നിട്ടും ഇതൊന്നും ഇതിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ചോദ്യം. ഒരു സ്കൂൾ ഓഫ് തോട്ട് പറയുന്നത് അത് മാനിപ്പുലേറ്റഡ് ആണ്, ഫേക്ക് ആണെന്നുള്ളതാണ്. ബട്ട് കാര്യം എന്ന് വെച്ചാൽ IMF C എന്ന് പറയുന്ന ഗ്രേഡാണ് അസൈൻ ചെയ്തേക്കുന്നത്. ഈ C ഗ്രേഡ് അസൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഞാൻ പ്രേക്ഷകരോട് വീണ്ടും പറയുന്നു, അത് ഫേക്ക് ആണെന്നോ മാനിപ്പുലേറ്റഡ് ആണോ എന്നുള്ള അർത്ഥമല്ല. അതിൻ്റെ അർത്ഥം ആ C ഗ്രേഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇൻഎഫിഷ്യൻറ്റ് വേ ഓഫ് കാൽക്കുലേറ്റിംഗ് GDP. അതായത് GDP കാൽക്കുലേറ്റ് ചെയ്യണത് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള മെത്തേഡാണ് എന്നുള്ള രീതി കൊണ്ടാണ് IMF നമുക്ക് C എന്ന് പറയുന്ന വാർണിംഗ് വച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. അതിൽ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ഈ GDP സീരീസിന് വേണ്ടി നമ്മൾ ബേസ് ഇയർ ആയിട്ട് എടുത്തിരിക്കുന്നത് 2011, 2012 എന്നുള്ളതാണ്. 2011-12 എന്ന് പറയുന്നത് വളരെ ഓൾഡ് ഡേറ്റയാണ്, ഔട്ട്ഡേറ്റഡ് ഡേറ്റയാണെന്നുള്ളത്. അത് പ്രകാരം GDP കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ GDP ഇൻഎഫിഷ്യൻ്റ് ആവുന്നു എന്നുള്ളത് കാരണമാണ് IMF നമുക്ക് C ഗ്രേഡ് തന്നിരിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്നുള്ളത്. അപ്പോൾ വീണ്ടും ഡിബേറ്റ് വരുന്നത് എന്താ വെച്ചാൽ GDPയുടെ ഫിഗേഴ്സിനെ കുറിച്ചാണ്. ബട്ട് മൈൻഡ് യു, February 27, 2026 പുതിയ GDP സീരീസ് ഇംപ്ലിമെൻ്റ് ചെയ്യണം. പുതിയ GDP സീരീസ് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഈ GDP സീരീസ് 2011, 2012 എന്നുള്ളത് മാറി 2022, 2023 എന്നുള്ള രീതിയിൽ പുതിയ രീതിയിൽ അപ്ഡേറ്റ് ചെയ്യും. അത് ചെയ്യുന്നതോടെ IMF മറ്റേ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും പറയാൻ പോണെന്താ, അവർ ഈ C ഗ്രേഡിൽ നിന്ന് നമ്മളെ അപ്ഗ്രേഡ് ചെയ്യും. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും വലിയ കുറവ് ബേസ് ഇയർ 11ഉം 12ഉം എടുത്തു എന്നുള്ളതാണ്. അത് മാറി 22, 23 വന്നു കഴിഞ്ഞാൽ ആ ഇൻകൺസിസ്റ്റൻസി അല്ലെങ്കിൽ ആ ലാക്ക് ഓഫ് ക്രെഡിബിലിറ്റി മാറിയിട്ട് തീർച്ചയായിട്ടും നമുക്ക് ഒരു സീരീസ് അപ്ഗ്രേഡ് വരാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് ഹാവിങ് സെഡ് ദാറ്റ്, ഒരു കാര്യം കൂടെ പ്രേക്ഷകർ ശ്രദ്ധിക്കണം, ഇതെൻ്റെ പേഴ്സണൽ ടേക്കാണ്. അതോടുകൂടി
അതായത് ബേസ് ഇയർ 11-12 മാറ്റി 2022-23 ആക്കുന്നത് കൂടി ഇന്ത്യയുടെ GDP എന്ന് പറയുന്ന ഫിഗർ ഇപ്പോൾ ഉള്ളതിനേക്കാളും കൂടുതലാവാനാണ് ചാൻസ്. കാര്യം എന്ന് വെച്ചാൽ ഈ പഴയ 11-12 ഇയേഴ്സിൽ പല ഇൻഡസ്ട്രീസും കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. ഉദാഹരണത്തിന് ഫിൻടെക് അല്ലെങ്കിൽ ഈ ഫുഡ് ഡെലിവറി ബിസിനസ് അല്ലെങ്കിൽ ആമസോണിൻ്റെയൊക്കെ വലിയ രീതിയിലുള്ള ഇപ്പോഴത്തെ ബ്ലിങ്കിറ്റിൻ്റെയൊക്കെ ഗ്രോത്ത് ഒന്നും അല്ലെങ്കിൽ ഈ ഊബർ ഓല പോലത്തെ ഗ്രോത്ത് മൊബിലിറ്റി ഗ്രോത്ത് ഒന്നും അതിനകത്ത് എടുത്തിട്ടില്ല. ഫിൻടെക് ഒക്കെ പിന്നെ വന്ന വലിയ വലിയ ബിസിനസ്സുകളാണ്. അത് ഒരുപാട് എക്കണോമിയിലേക്ക് ആഡ് ചെയ്യുന്ന ഒരു പാർട്ടാണ്. അതും കൂടെ ഇതിനകത്തേക്ക് വരുമ്പോൾ 2022-23 ഫിഗർ ബേസ് ആക്കി എടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ GDP ഫിഗേഴ്സ് ഹൈ ആവാനായിട്ട് ചാൻസ് ആയിരിക്കും എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ GDP നമ്മൾ ഫേക്ക് മാനിപ്പുലേറ്റഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതിനൊരു കറക്ഷൻ വരുന്നു. ഈ പറയുന്ന പോലെ February 27, 2006 കൂടി അത് പുതിയ സീരീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതോടുകൂടി GDP ഫിഗറും ഹയർ ആവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ IMF ഇപ്പോൾ ഈ പറയുന്ന പോലെ 25-26 പെഗ് ചെയ്തിരിക്കുന്ന റേറ്റ് ഏതാണ്ട് 7.3%, വേൾഡ് ബാങ്ക് 7.2%, NSO നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് പറഞ്ഞിരിക്കുന്നത് 7.4% ഫോർ ഈ പറയുന്ന പോലെ FY 25-26 എന്നുള്ള രീതിയിലാണ് പോകുന്നതെന്നുള്ള. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ നിഫ്റ്റിയിൽ ലാസ്റ്റ് 3 കൊല്ലം നോക്കുകയാണെങ്കിൽ 1 in every 5 സ്റ്റോക്സ് നിഫ്റ്റിയിൽ അണ്ടർ പെർഫോമർ ആയിരുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡേറ്റയുണ്ട്. അതായത് ഈ അണ്ടർ പെർഫോമേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്ക് ആണല്ലോ കോർപ്പറേറ്റ് ഏർണിങ്സ് 3%, 5%, 6% ഗ്രോ ചെയ്യുന്നത് കാരണം ഈ സ്റ്റോക്സ് ഒക്കെ അണ്ടർ പെർഫോമേഴ്സ് ആണ്. എന്നാൽ നമ്മൾ മാർക്കറ്റിൽ നോക്കുമ്പോൾ ഇത് വേണ്ട രീതിയിൽ വീണിട്ടില്ല എന്നാണ് മനസ്സിലായത്. അതായത് നല്ലൊരു ഫോള് ഇതിനകത്തേക്ക് വന്നില്ല. എന്താണ് അതിന് ഉത്തരവാദി എന്നറിയോ? അത് നല്ല രീതിയിൽ ഫോളോ ചെയ്തിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റ് പെട്ടെന്ന് കറക്റ്റ് ചെയ്ത്, അതായത് മാർക്കറ്റിൽ 2 ടൈപ്പ് കറക്ഷൻ ഉണ്ട്. ടൈം കറക്ഷനും ഉണ്ട്, പ്രൈസ് കറക്ഷനും ഉണ്ട്. ശരി, ടൈം കറക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം. അതായത് കുറേ നാളെടുക്കും മാർക്കറ്റ് റിക്കവറി. പ്രൈസ് കറക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കോവിഡിലൊക്കെ സംഭവിക്കുമ്പോൾ പെട്ടെന്ന് വലിയൊരു കറക്ഷൻ വന്നു, ഒരു 1-2 മാസം അങ്ങനെ വന്നു, പിന്നെ നല്ല ഒരു റിക്കവറി വരും എന്നുള്ള. ഇപ്പം മാർക്കറ്റ് ഇപ്പോൾ ചെയ്യണത് എന്താ? ഈ പറയുന്ന മെയിൻ സ്റ്റോക്സ് 5-ൽ 1 സ്റ്റോക്കിനെ മാർക്കറ്റ് വീണ്ടും നല്ല ഒരു അപ്സൈഡ് ടാർജറ്റ് കൊടുക്കാത്ത എന്താ? വേണ്ട രീതിയിൽ ഇത് വീണിട്ടില്ല. കോർപ്പറേറ്റ് പ്രോഫിറ്റ്സ് കുറഞ്ഞിട്ടും മാർക്കറ്റ്സിൽ ഈ സ്റ്റോക്കുകൾ വേണ്ട രീതിയിൽ, റിലയൻസ് ഒന്നും വേണ്ട രീതിയിൽ വീണിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത്. ഇന്നലെ വിപ്രോ 8% വീണു എന്നുള്ള കറക്റ്റ്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വലിയ രീതിയിലൊന്നും ശരിക്കും പറഞ്ഞാൽ റിലയൻസ് ഒന്നും വീണിട്ടൊന്നുമില്ല. നമ്മൾ ഇപ്പോഴും നോക്കുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ പെർഫോമൻസ് ഒക്കെ 6%, -2% ഇടയിൽ നിൽക്കുകയാണ്. ഒരു 20-30% കറക്ഷൻ ഒന്നും നിഫ്റ്റി ഇൻഡെക്സ് സ്റ്റോക്കുകളിൽ സംഭവിച്ചില്ല. എന്താ കാരണം? നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് ഡേറ്റ കൊടുക്കുക. മ്യൂച്വൽ ഫണ്ട് ഡേറ്റ December 2025 ഫാക്ട് ഷീറ്റ് വന്നപ്പോൾ നമ്മൾ കുറച്ച് മ്യൂച്വൽ ഫണ്ട് നോക്കിയപ്പോൾ HDFC ബാങ്കിൽ, അതായത് നമ്മൾ ആൾക്കാരെല്ലാവരും കൂടെ ചേർന്ന് ഈ യൂണിറ്റ് മേടിക്കുമല്ലോ മ്യൂച്വൽ ഫണ്ട് ആ പൈസ ഉപയോഗിച്ച് എന്ത് ചെയ്യും? മാർക്കറ്റിൽ സ്റ്റോക്ക് മേടിക്കും. എവിടെയാണ് അവർ ഏറ്റവും കൂടുതൽ മേടിച്ചത്? അതായത് ഞാനിപ്പോൾ നോക്കുമ്പോൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ ടോട്ടൽ AUM-ൻ്റെ 20% ഈ സ്റ്റോക്കുകളിലാണ് പോയത്. 20% പോയത് 10 സ്റ്റോക്കുകളിലാണ്. 20%. അതായത് ഈ സെല്ല് ചെയ്യുന്നതൊക്കെ ഇവർ മേടിച്ചുകൊണ്ടിരിക്കുന്ന കാരണം ഈ ഏർണിങ്സിനനുസരിച്ച് സ്റ്റോക്ക് പ്രൈസ് താഴേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലായത്. HDFC ബാങ്കിൽ MFൻ്റെ ഹോൾഡിംഗ് എത്രയെന്നറിയോ? 3.37 lakh crore, ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് എമംഗ് ലിസ്റ്റഡ് കമ്പനി. റിലയൻസ് ഇൻഡസ്ട്രീസ് 1.99 lakh crore, ഇൻഫിയിൽ 1.35 lakh crore, TCSൽ 64,216 crore മ്യൂച്വൽ ഫണ്ട് ഹോൾഡിംഗ് ഉണ്ട്. ഇൻഫിയുടെ 1.35 lakh crore. അപ്പോൾ ആൾക്കാർ വിചാരിക്കും എന്തുകൊണ്ടാണ് TCSൽ കുറവ്? TCSൽ കുറവ് വരാമെന്ന് വെച്ചാൽ TCSൽ ഫ്രീ ഫ്ലോട്ട് കുറവാണ്. 71 മുതൽ 72% വരെ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉള്ള ഒരു കമ്പനിയാണ് TCS. എന്നാൽ ഇൻഫോസിസിൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് കുറവാണ്. TCSൽ 70 തൊട്ട് 71% വരെ പ്രൊമോട്ടറായ ടാറ്റാ സൺസിന് ഹോൾഡിംഗ് ഉള്ളതുകൊണ്ടാണ് മ്യൂച്വൽ ഫണ്ടിന് ഹോൾഡിംഗ് വെറും 64,000 ചില്ലുവാനും ആയിപ്പോയെന്നുള്ളത്. കോട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ മ്യൂച്വൽ ഫണ്ട് ഹോൾഡിംഗ് എന്ന് പറയുന്നത് 92,550. ITC മ്യൂച്വൽ ഫണ്ടുകൾ ഹോൾഡ് ചെയ്യുന്നത് എത്രയാണ്? 81,731 കോടി. HUL 34,200 കോടി. ഏഷ്യൻ പെയിൻറ്റ്സ് 28,372 കോടി. അതായത് ഞാനീ പറയുന്ന 10 കമ്പനികളിലാണ് മ്യൂച്വൽ ഫണ്ട് നമ്മുടെ എല്ലാ പൈസയും മേടിച്ചിട്ട് 20% ഓഫ് അസറ്റ്സ് അണ്ടർ മാനേജ്മെൻറ്റ് ഉപയോഗിച്ച് ഈ സെല്ലിംഗ് കംപ്ലീറ്റ് അബ്സോർബ് ചെയ്യണം. ഈ സെല്ലിംഗ് കംപ്ലീറ്റ് അബ്സോർബ് ചെയ്തപ്പോൾ ഈ സ്റ്റോക്കുകൾ വീണത് വലിയ രീതിയിൽ വീണിട്ടില്ല.
എന്നാൽ ഇതിൻ്റെ കോർപ്പറേറ്റ് പ്രോഫിറ്റ്സ് വളരെ രീതിയിൽ ഡൗൺ ആണ്, ബാങ്ക് ഡെപ്പോസിറ്റിനേക്കാളും ഡൗൺ ആണ്. ശരിക്കുമുള്ളൊരു ഡി റേറ്റിംഗ് ഈ സ്റ്റോക്കുകൾക്ക് കിട്ടിയില്ല എന്നുള്ളതാണ്. സാർ, മറ്റൊരു ചോദ്യം ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നോമിനൽ ജി ഡി പി ആണ് ഇപ്പോൾ നമ്മൾ ഈ ഏർണിംഗ്സിലുള്ള ഒരു പ്രശ്നത്തിൻ്റെ ഒരു ഘടകം എന്ന് പറഞ്ഞു. പക്ഷേ അത് നോമിനൽ ജി ഡി പി മാത്രം കുറ്റം പറയാൻ പറ്റും. ഏർണിംഗ്സ് എന്ന് പറയുമ്പോൾ കമ്പനിയുടെ ബാക്കിയുള്ള റവന്യൂ മിക്സ് ആയിട്ടുള്ള ബാക്കി കാര്യങ്ങളുണ്ട്, എഫിഷ്യൻസി പാരാമീറ്റേഴ്സ് വരുന്നുണ്ട്, ഇതിലും ഒരു പ്രശ്നമുണ്ടാകുന്നു. എന്നാൽ അതിൽ നിന്ന് നമ്മൾ വേണ്ട രീതിയിൽ ചർച്ച ചെയ്യാതെ ഇപ്പോൾ നോമിനൽ ജി ഡി പി എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് മാത്രം കൂടുതൽ ശ്രദ്ധ പോകുന്നുണ്ടോ? ഈ നോമിനൽ ജി ഡി പി എന്ന് പറഞ്ഞാൽ എന്താ? റിയൽ ജി ഡി പി പ്ലസ് ഇൻഫ്ലേഷൻ. ഈ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് എന്താ? നമ്മളൊരു സിമ്പിളായിട്ട് നോക്കുക. ഇപ്പം നമ്മൾ കഴിഞ്ഞ കൊല്ലം ഒരു സാധനം മേടിച്ചു, അത് 10 രൂപ. ആ 10 രൂപയിൽ നിന്ന് ആ 10 രൂപ ഉണ്ടാക്കാനായിട്ട് അവർക്ക് റോ മെറ്റീരിയൽ കോസ്റ്റ് എല്ലാം വേണ്ടി വന്നു. റോ മെറ്റീരിയൽ കോസ്റ്റ് എല്ലാ കൊല്ലവും കൂടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം നമുക്കറിയാലോ. ആ 10 രൂപ 2 കൊല്ലം മുമ്പേ അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലം ഇത് 10 രൂപയായിരുന്നു. ഈ കൊല്ലം അത് 10 രൂപ തന്നെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? കമ്പനിക്ക് റോ മെറ്റീരിയൽ കോസ്റ്റ് കൂടി 10 രൂപ തന്നെയാണ് നിലനിർക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇൻഫ്ലേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ കമ്പനികളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. പക്ഷേ അത് ലിമിറ്റ്, അതൊരു 4%, 4.5% വരെ മാർക്കറ്റിൽ അക്സെപ്റ്റബിൾ ആയിട്ടും RBIയുടെ ടാർഗറ്റ് ലെവൽ 4% ആണെന്നുള്ളത്. ഇൻഫ്ലേഷൻ ഇല്ലാതെ ഗ്രോത്ത് ഇല്ല. ഇൻഫ്ലേഷൻ ഈസ് ദ റിയൽ ഗ്രോത്ത്. ഒരു സാധനത്തിൻ്റെ വില കൂടുന്നത് തന്നെയാണ്, പക്ഷേ ആ വില കൂടുന്നതിനനുസരിച്ച് നമുക്ക് സാലറിയും കൂടെ കൂടണമെന്നേ ഉള്ളൂ. ഇത് വില കൂടുകയും സാലറി കുറവും വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നമാണ് എക്കണോമിയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോമിനൽ ജി ഡി പി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ചെറുതായിട്ടൊരു കാര്യം നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ എല്ലാവരും ബഡ്ജറ്റിൻ്റെ കാര്യത്തിൽ നോക്കുന്ന ഒരു കാര്യം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സിൽ എന്തെങ്കിലും ചേഞ്ച് വരുമോ എന്നുള്ളത് രീതിയിൽ തന്നെയാണ്. സത്യം പറയാലോ, ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് എമർജിങ് മാർക്കറ്റായിട്ടുള്ള ഇന്ത്യയിൽ ക്യാപിറ്റൽ ഗെയിൻസ് ഇത്രയും ഹൈ ആക്കിയത് ഒരു ഹിസ്റ്റോറിക്കൽ ആൻഡ് മോണിമെൻ്റൽ ബ്ലണ്ടർ ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാര്യം വെച്ചാൽ ഈ കമ്പനികൾക്ക് ഗ്രോ ചെയ്യാൻ എന്ത് വേണം? ഓരോ കമ്പനിക്ക് എക്സ്പാൻഷൻ വേണം, പുതിയ പ്ലാന്റ് ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ വേണം. ക്യാപിറ്റൽ എങ്ങനെ എടുക്കാം? ബാങ്ക് വഴി ഡെപ്റ്റ് എടുക്കാം. ബാങ്ക് വഴി ഡെപ്റ്റ് എടുക്കുമ്പോൾ എന്ത് പറ്റും? ബാങ്കിൻ്റെ ഡെപ്റ്റ് കോസ്റ്റ്ലിയാണ്. കാര്യം നിങ്ങൾ ഇൻട്രസ്റ്റ് അടയ്ക്കണം 11%, 12%. അതേസമയം ഇക്വിറ്റി റേസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇക്വിറ്റിക്ക് പൈസ ഇല്ല, കൂടുതൽ ഷെയർ അലോക്കേറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ ഒരു എമർജിങ് മാർക്കറ്റായ ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ അവരുടെ കമ്പനികൾ, ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികൾക്ക് ഇക്വിറ്റി ഡൈല്യൂട്ട് ചെയ്ത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും പൈസ എടുത്ത് ഗ്രോ ചെയ്യേണ്ട സമയത്ത് ഇന്ത്യൻ ഗവൺമെൻറ് വന്നിട്ട് വെറും ഡിസാസ്ട്രസ് ആയിട്ടുള്ള ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ഇട്ടത് കൊണ്ടുള്ള ഒരു പ്രശ്നം എന്താ ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ കാണുന്നത്? ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കൊല്ലം ഗവൺമെൻറ് ബഡ്ജറ്റ് ചെയ്ത എമൗണ്ട് എത്തൂലെന്ന് മാത്രമല്ല, ആർക്കും പൈസ ഉണ്ടാക്കിയില്ല. ഗവൺമെൻറ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഗ്രാമും കുളമായി എന്നുള്ള രീതിയിലേക്കാണ് മുന്നോട്ട് പോയെന്നുള്ള. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തുണ്ടല്ലോ ഈ LTCG, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും നമ്മൾ ബഡ്ജറ്റ് ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നൊന്നുമില്ല. ടോട്ടൽ ഇൻകം ടാക്സ് എല്ലാം കൂടെ മിക്സ് ചെയ്താണ് കൊടുക്കുന്നത്. എന്നാൽ STT സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് കാൽക്കുലേഷൻ, ഇതൊരു അപ്രോക്സിമേറ്റ് കാൽക്കുലേഷൻ അല്ല, ജസ്റ്റ് ആയിട്ട് ഞാൻ ഒരു ഇല്ലസ്ട്രേറ്റീവ് പാസിൽ ഒരു റഫ് കാൽക്കുലേഷൻ എടുത്താണ്. FY 22-23 ഇന്ത്യൻ ഗവൺമെൻറ് STT വഴി കളക്ട് ചെയ്ത് 25,000 കോടി രൂപയാണ്. എന്നാൽ ക്യാപിറ്റൽ ഗെയിൻസ് ഷോർട്ട് ടേമും ലോങ് ടേമും കൂടെ ചേർന്ന് കളക്ട് ചെയ്ത് എത്ര? 1.23 lakh crore. FY 23-24 എത്രയാണ് കളക്ട് ചെയ്തത് STT? 36,600 crores. ഷോർട്ട് ടേമും ലോങ് ടേമും കൂടെ ചേർത്ത് എത്ര? 1.68 lakh crore. FY 24-25 STT കളക്ട് ചെയ്ത് എത്ര? 53,000 കോടി. ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം കൂടെ ചേർത്ത് എത്ര? 2.1 lakh crore. FY 25-26 ഗവൺമെൻറ് എസ്റ്റിമേറ്റ് ഇട്ടിരിക്കുന്നത് എത്ര? 64,500 കോടി STT ഇനത്തിൽ കളക്ട് ചെയ്യുമെന്നും ക്യാപിറ്റൽ ഗെയിൻസ് ഷോർട്ട് ടേമും ലോങ് ടേമും കൂടെ ചേർന്ന് 2.49 lakh crore കളക്ട് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് അതൊന്നും നടക്കാൻ പോണില്ല. അപ്പോൾ ഗവൺമെൻറ്റിന് ഷോർട്ടേജ് വന്നു എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് എന്തുകൊണ്ട് കൂട്ടിയത് മാത്രമല്ല ഈ പ്രശ്നം പറ്റുമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് കയറിക്കൊണ്ടിരിക്കുകയും ഇവിടുത്തെ കമ്പനീസ് ഏർണിങ്സ് നന്നായിട്ട് കൊണ്ടുവരികയും ചെയ്യുകയാണെങ്കിൽ ഈ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ഒന്നും പ്രശ്നമല്ല. ഇവിടെ കമ്പനികളൊന്നും നോമിനൽ GDPയുടെ അത്രയും പോലും ഫിക്സഡ് ഡെപ്പോസിറ്റ് അത്രയും തരുന്നൊന്നുമില്ല. അതുമാത്രമല്ല മറ്റുള്ള ഗ്ലോബൽ മാർക്കറ്റുകളിലും എസ്പെഷ്യലി USA സ്റ്റോക്സിലും ഒക്കെ വളരെ നല്ല രീതിയിൽ പെർഫോമൻസ് വരെയും ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി വരെയും 60% ഗ്രോ ചെയ്യുകയും ചെയ്യുന്നു. നമ്മുടെ റുപ്പി ഡിപ്രിഷിയേറ്റ് ചെയ്യുകയും കൂടെ ചെയ്യുകയാണ്. എന്ത് ചെയ്യും? FIIs ഇവിടെ വിറ്റിട്ട് വീണ്ടും അങ്ങോട്ടേക്ക് പൈസ കൊണ്ടുപോകുന്നില്ല. അപ്പോൾ വീണ്ടും റുപ്പിക്ക് വീണ്ടും പ്രഷർ വരും, നമ്മുടെ മാർക്കറ്റ് വീണ്ടും കറക്റ്റ് ചെയ്യുന്നില്ല. അതായത് പോസ്റ്റ് ടാക്സ് റിട്ടേൺ FIIs ഉണ്ടാക്കുന്നത് 5% താഴെയാണ്. ഇത്രയും വലിയ ടാക്സ് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും വലിയ ടാക്സ് വെച്ചിട്ട് എന്ത് കാര്യമാണെന്നുള്ള. അപ്പോൾ ഇത് എങ്ങനത്തെ രീതിയിൽ ഗവൺമെൻറ് ഈ ബഡ്ജറ്റിൽ ഹാൻഡിൽ ചെയ്യുന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ ചെയ്യുമോ ഇല്ല എന്നുള്ള കാര്യം എനിക്കറിയില്ല. നിർമ്മല സീതാരാമൻ മാഡത്തിൻ്റെ ആ ഒരു സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം പറയുന്ന അല്ലെങ്കിൽ അവർ പറയുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റും എന്താ? നിങ്ങൾ ഈ എഫേർട്ട് ഇല്ലാതെ ഉണ്ടാക്കുന്ന കാശാണ് ക്യാപിറ്റൽ ഗെയിൻസ് എന്നുള്ള രീതിയിലാണ്. ബട്ട് ഒരു കാര്യം,
FM-നെ നമ്മൾ സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. ഇൻകം ടാക്സ് ചരിത്രത്തിൽ ആദ്യമായിട്ട് പണ്ട് 2-2.5 ലക്ഷത്തിൻ്റെ ഇടയിൽ കിടന്നിരുന്ന നമ്മളെ 12 ലക്ഷം വരെ ടാക്സ് ഫ്രീ ആക്കിയത് നിർമ്മലാ സീതാരാമനാണ്. അതിന് താങ്ക്സ് പറയാതിരിക്കാൻ പറ്റില്ല. ഈ പറഞ്ഞ പോലെ GST എന്നുള്ള രീതിയിൽ ഏറ്റവും രീതിയിൽ വില കുറച്ച് ഗുഡ്സ് വന്നതും നിർമ്മലാ സീതാരാമൻ തന്നെയാണ്. കോർപ്പറേറ്റ് ടാക്സ് 30% നിന്ന് 20% കുറച്ചതും അതാണ്. ബട്ട് നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻസിൻ്റെ കാര്യത്തിൽ നിർമ്മലാ സീതാരാമൻ അല്ലെങ്കിൽ ഈ ഒരു ഗവൺമെൻറ് നിലപാട് ഡിസാസ്ട്രസ് ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ പറയാതിരിക്കാൻ പറ്റത്തില്ല. അത് കാരണം തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ വലിയ രീതിയിൽ ഒരു സെൽ ഓഫ് വന്നിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ ബഡ്ജറ്റിൽ പറയട്ടെ. വേറൊരു കാര്യം, ബഡ്ജറ്റിൽ നമ്മളെല്ലാവരും ആലോചിക്കുന്നത് ഇനി വരാൻ പോണ ആർട്ടിക്കിളും നമ്മളെ ചിലപ്പോൾ മിസ്ലീഡ് ചെയ്യും. അതായത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് കുറയ്ക്കുമായിരിക്കാം, ഇല്ലായിരിക്കും, എനിക്കറിയില്ല. ബട്ട് ഈ ഫിഗേഴ്സ് നോക്കൂ, 53,000 കോടിയും 2.5 ലക്ഷം കോടിയൊക്കെയാണ് ബഡ്ജറ്റ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ എവിടുന്ന് റവന്യൂ കിട്ടുന്നതാണ്? ഇപ്പോൾ ഒരു കാര്യം നോക്കാം, GST 2 വന്നത് കാരണം ഗവൺമെൻറ് ഉണ്ടാവുന്ന ഹിറ്റ് എത്രയാണ്? ഏതാണ്ട് 1 lakh crore മുകളിലാണ്. അവിടെ ഒരു റവന്യൂ ഷോർട്ട് ഫോൾ ഗവൺമെൻറ് ഉണ്ടാവുന്നു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന പോലെ കോർപ്പറേറ്റ് ടാക്സിൻ്റെ കാര്യത്തിലും പേഴ്സണൽ ഇൻകം ടാക്സിൻ്റെ കാര്യത്തിലും അഭൂതപൂർവമായിട്ട് ഗ്രോത്തും ഇല്ല. ഇപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഈ ടാക്സ് റവന്യൂസിൽ ഡയറക്റ്റിലും ഇൻഡയറക്റ്റ് ടാക്സിൽ കൂടെയും ഗവൺമെൻറ് റവന്യൂ വളരെ കുറവാണെന്നുള്ള ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഏതാണ്ട് 2-2.5 ലക്ഷം രൂപ എസ്റ്റിമേറ്റ് ആയിട്ട് റവന്യൂ ഇട്ടിരിക്കുന്ന ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സിന് ടിങ്കർ ചെയ്യുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് എല്ലാ ടാക്സും കുറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഗവൺമെൻറ് റവന്യൂ നടത്തുന്നത്? ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ക്യാപെക്സ് ആണ് നടക്കുന്നത്. ഗവൺമെൻറ് ക്യാപെക്സിന് പൈസ എവിടുന്നാണ് കിട്ടുന്നത്? ഈ പറയുന്ന റവന്യൂ, ഗവൺമെൻറ്റിൽ സ്വന്തമായിട്ട് പൈസ ഇല്ലല്ലോ, നമ്മുടെ ഇന്ന് ടാക്സ് പിരിക്കുന്ന പൈസയാണ് ഗവൺമെൻറ് ചെയ്യുന്നതെന്നുള്ള. ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ആലോചിക്കണം. ഈ കൊല്ലം 3 ഇമ്പോർട്ടൻ്റ് ഇലക്ഷൻ വരാൻ പോവാണ്. അതായത് കേരളയുണ്ട്, ബംഗാളുണ്ട്, ആസാമുണ്ട്. ഇനി ഈ പറയുന്ന പോലെ ഗവൺമെൻറ്റുകളൊക്കെ കൂടെ ഈ പറയുന്ന പോലെ ക്യാഷ് ട്രാൻസ്ഫർ, ലാഡ്കി ബഹൻ യോജന അല്ലെങ്കിൽ ലാഡ്ലി ബഹൻ യോജന എന്നൊക്കെ പറഞ്ഞ് ഡയറക്റ്റ് ക്യാഷ് ട്രാൻസ്ഫർ അങ്ങനത്തെ ഡോൾസും കൂടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ റവന്യൂ കുറവാണ്, എന്നാൽ ഔട്ട് ഗോ കൂടുതലും കൂടെ ആണെന്നുണ്ടെങ്കിൽ എവിടെ കൊണ്ടുവന്ന് ഈ ഷോർട്ട് ഫോൾ അക്കോമഡേറ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും സംശയമുണ്ട് എന്നുള്ളതാണ്. ബട്ട് എന്തെങ്കിലും നോവൽ ഐഡിയ കൊണ്ട് ദർ ഈസ് ഇനഫ് വിസ്ഡം ഇൻ ദ ഗവൺമെൻറ്. ആ ഗവൺമെൻറ് ഒരുപാട് ലീവേഴ്സ് ഉപയോഗിച്ച് ഇത് ചെയ്യാമെന്നുള്ളതാണ്. ചെയ്യില്ലേ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വളരെ കൺസർവേറ്റീവുള്ള ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ FM എന്നുള്ളത്. ബട്ട് ഈവൻ ദൻ ഇൻകം ടാക്സിൻ്റെ കാര്യത്തിലും GSTയുടെ കാര്യത്തിലും നമുക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല, കോർപ്പറേറ്റ് ടാക്സിൻ്റെ കാര്യത്തിലും സമ്മതിക്കാൻ പറ്റില്ല. ബട്ട് capital gains tax, as far as this government is concerned, that has been a monumental disaster എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എസ്പെഷ്യലി എമർജിംഗ് മാർക്കറ്റ് ആയിട്ടുള്ള ഇന്ത്യയിൽ, എസ്പെഷ്യലി ഇന്ത്യൻ കമ്പനീസിന് ഈ ട്രാൻസിഷൻ ആൻഡ് ഡിസ്റപ്ഷൻ ആയിട്ടുള്ള ഒരു ഫേസ് ഉണ്ടല്ലോ. ആർട്ടിഫിഷ്യൽ ഇൻറ്റലിജൻസ് വരുന്ന സമയത്ത് ഒരുപാട് ക്യാപിറ്റൽ ആവശ്യമുണ്ട്. ആ ക്യാപിറ്റൽ ബാങ്കിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഡെപ്റ്റ് ഈസ് വെരി കോസ്റ്റ്ലി. ഒരുപാട് ഇൻട്രസ്റ്റ് പേ ചെയ്ത് പോകുകയെന്ന് പറഞ്ഞാൽ വേണ്ട രീതിയിൽ നടക്കുന്ന കാര്യമില്ല. കാര്യം ഇതൊക്കെ പ്രോഫിറ്റബിൾ ആയിട്ട് വരണമെങ്കിൽ 3-4 കൊല്ലവും ആർട്ടിഫിഷ്യൽ ഇൻറ്റലിജൻസ്. അപ്പോൾ കയ്യിൽ നിന്ന് പോകുകയെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇക്വിറ്റി റേസ് ചെയ്ത് ഗ്രോ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിന് ഹെൽത്തി ആയിട്ടുള്ള ക്യാപിറ്റൽ മാർക്കറ്റ് ആവശ്യമാണ്. അതിൻ്റെ ട്രാൻസിഷണറി ഗ്രോത്ത് ഫേസിൽ ഗവൺമെൻറ് കൊണ്ടുവന്നത് ഡിസാസ്ട്രസ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആൻഡ് ദ ഗവൺമെൻറ് ഷുഡ് ബി ആൻസറബിൾ ടു പബ്ലിക് ഇൻ ദിസ് കേസ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്തിരിക്കുന്ന ഒരു ഓഹരിയെ പറ്റിയിട്ടുള്ള ഒരു വാർത്തയും മറ്റു കാര്യങ്ങളും ഒന്നും തന്നെ ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് എപ്പോഴും ഒരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറിൻ്റെ സഹായം തേടിയതിന് ശേഷം മാത്രം നടപ്പാക്കുക. ഓപ്പണിംഗ് അവേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം. Opening hours with MyFin.